മോളെ എന്നാ അവിടെ നിൽക്ക്. എന്താച്ചാ? ഇത്ര നേരം നീ എവിടെയായിരുന്നു? കോളേജില്. എന്താച്ചാ? എന്താന്നോ നിനക്കറിയില്ല? നീ ഇന്ന് കോളേജിലേക്കാണോ പോയത്? ആച്ചാ നിർത്തടേ, മതി നിന്റെ കള്ളത്തരം. ഇത്രയും കാലം നീ ഞങ്ങൾ പറ്റിക്കായിരുന്നു അല്ലേ? കോളേജിൽ പോകാൻ വേണ്ടി ആരുടെ കൂടെ നീ പോയത്? അമ്മ അച്ഛാ ഞാൻ മോളെ ഇത്രയും കാലമായിട്ട് അച്ഛൻ നിന്നെ നല്ല വിശ്വാസമായിരുന്നു. നിന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും അവിടെ വാതിലടച്ചിട്ട് പഠിക്കുന്നത് എന്തോ ഫോണിൽ കളിക്കുന്നുണ്ട്, ഒന്ന് നോക്കിയും. അപ്പൊ ഞാൻ നിന്റെ അമ്മനെ ചെയ്ത് അറിയാം എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പറഞ്ഞിട്ട്. അതല്ല നീ തെറ്റിച്ചത്. ഇന്നലെ നീ പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ടാണ് നീ കോളേജിൽ പോയി നോക്കിയത്. നീ ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല, കോളേജിലും പോയിട്ടില്ല. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? നീ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരെ ബൈക്കിലാണ് കയറിയിട്ട് പോയത്? പറയാന്ന്. അതച്ചാ മനു, എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് അവൾ പറയാൻ നിങ്ങൾ കേട്ടില്ലേ? എന്താടി മോളെ, ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നെ ഇത്രയും സ്നേഹിച്ച് വളർത്തുന്നത്? നിനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ആ പാവ അച്ഛന് കാലിന് വയ്യാത്തതാ, എന്നിട്ട് പണിക്ക് പോണതേ നിന്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. അതെന്താണ് നീ മനസ്സിലാക്കാത്തത്? അമ്മ മനോട്ട് നല്ലതാ. കുറെ തവണ എന്റെ പുറകെ നടന്നപ്പോ ഞാൻ ഓക്കെ പറഞ്ഞേ ഉള്ളൂ. മോളെ നിന്റെ പ്രായത്തിൽ ഇതൊക്കെ തോന്നും. അതൊക്കെ പിന്നെ എങ്ങനെയാ മോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്കാവില്ലേ? മോളുടെ ചുറ്റുമുള്ളവരൊന്ന് നോക്ക്. ഇതുപോലെ പഠിക്കേണ്ട സമയത്ത് പഠിപ്പും വേണ്ട പറഞ്ഞ് വീട്ടുകാരെയും പറ്റിച്ച് പ്രേമിച്ച് നടന്ന് ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഏതെങ്കിലും ഒരു പെൺകുട്ടി നന്നായി ചരിത്രം മോള് കേട്ടിട്ടുണ്ടോ? അനുഭവിക്കല്ലേ അവരൊക്കെ? അതൊന്ന് ചിന്തിച്ചാ പോരെ മോളെ? മോളിത് പഠിക്കേണ്ട പ്രായമാണ്. വേറെല്ലാം മാറ്റി വെച്ച് നന്നായി പഠിക്കി, നല്ല ജോലി മേടിക്കി. എന്നാ മോള് ജീവിതത്തിൽ ഒരിക്കലും നോക്കില്ല മോളെ. ഈ 20 വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് കല്യാണം വേണമെന്നാ? കല്യാണം പറഞ്ഞാൽ നീക്ക് എന്താ ഉദ്ദേശിക്കണത്? നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര സന്തോഷമുള്ള പരിപാടിയൊന്നുമല്ല. ഒരു പെൺകുട്ടിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം പറയണതേ കല്യാണത്തിന് മുമ്പ് അവളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടി ഇരിക്കണതാ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ നിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. എല്ലാത്തിനും ഒരു കൺട്രോൾ വരും. അമ്മായിയമ്മൻ്റെയും അമ്മായച്ഛൻ്റെയും ഭർത്താവും അവര് പറയണ പോലെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ചിലപ്പോ നിനക്ക് നിന്റെ സ്വന്തം വീട്ടിലേക്ക് വരാൻ പോലും പറ്റിയെന്ന് വരില്ല. അതിനൊക്കെ അവന്റെ പെർമിഷൻ ചോദിക്കണം. സോറി അമ്മ, പറ്റിപ്പോയതാ. മോളിനെ പോലുള്ള പെൺകുട്ടികൾ ആദ്യം ചെയ്യേണ്ടതേ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ഒരൊറ്റ ആളിനെ ആശ്രയിക്കാണ്ട് സ്വന്തം കല്ലിൽ നിൽക്കുക വേണ്ടത്. എടാ, ഒരു ജോലി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലാണ്ട് 1 രൂപയ്ക്ക് പോലും ഭർത്താവിൻ്റെ മുന്നിൽ കൈ നീട്ടാന്ന് പറഞ്ഞാലേ അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കുഴിച്ചു മൂടേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മോളിപ്പോൾ നന്നായി പഠിക്ക്, അത് മാത്രം ലക്ഷ്യം വെക്കടാ. മോളെ കരയല്ലേ മോളെ? സ്വന്തം മക്കൾ കരയുമ്പോൾ അച്ഛനമ്മേൻ്റെ നെഞ്ചാ പൊട്ടുക. എടാ, നിങ്ങളെപ്പോഴത്തെ മക്കളൊന്നും ഒരാപത്തിൽ ചെന്ന് ചാടാതിരിക്കാനാ ഈ അച്ഛനമ്മയും പുറകെ നടന്ന് ഇങ്ങനെ ഉപദേശിക്കുന്നത്. അല്ലാതെ ശല്യം ചെയ്യില്ല മോളെ. പറഞ്ഞല്ലോ, ഈ പ്രായത്തിൽ തെറ്റ് പറ്റാം, പക്ഷെ അത് തെറ്റ് തിരുത്താൻ കാണിക്കുന്നൊരു മനസ്സാണ് വേണ്ടേ മോളെ. അമ്മ പറഞ്ഞ പോലെ നല്ലൊരു ജോലി വാങ്ങിക്കും മോളെ. എന്നിട്ട് 10-24 വയസ്സായിട്ട് മോള് കാണിച്ചതാ. എന്നിട്ട് അച്ഛനോട് അമ്മയോട് പറ ഇന്നാളെ എനിക്ക് ഇഷ്ടമാണെന്ന്. അപ്പൊ അച്ഛൻ ധൈര്യത്തായിട്ട് നടത്തരും. കാരണം അന്നേരം മോൾക്ക് അറിയാം എങ്ങനത്തെ ആളെ സെലക്ട് ചെയ്യേണ്ടത്. അവനാണോ വിളിക്കുന്നത് മോളെ? ഫോൺ വാങ്ങി എന്നിട്ട് അവനെ നല്ല ചീത്ത പറയും. അവനെ മാത്രം ചീത്ത പറഞ്ഞിട്ട് എന്താ? അവൻ മാത്രമല്ലല്ലോ തെറ്റുകാരി, നമ്മുടെ മോളും അല്ലേ.
എടുത്ത് ചാടിയിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഓരോരുത്തർ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് അറിയില്ല. മോളാ ഫോൺ എടുത്തിട്ട് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇനി ആവർത്തിക്കില്ല, ഞാൻ പഠിക്കട്ടെ, ഇനി വിളിക്കണ്ടെന്ന് മോള് പറ. എന്താ പാറു, എത്ര നേരം ഞാൻ വിളിക്കുന്നത്? എടാ നീ വീടെത്തിയെന്ന് എനിക്ക് അറിയണ്ടേ? എന്താ എടുക്കാത്തെ? അച്ഛനമ്മ എടുത്തുണ്ടോ? പാറു 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 നീ കരയണാ? പാറു എന്താ? ഇനി മേലെ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വലുത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. പാറു 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 വെക്കല്ലേ. ദൈവമേ അച്ഛാ, ഇനി അതൊന്നും ആവർത്തിക്കില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയാ സംഭവിക്കാന്ന്. തിന്നെ ആ പെണ്ണു കൂടി വിട്ടുപോയി ഞാൻ. അയ്യോ, ഇനി ഈ കാര്യം പറഞ്ഞ് മോളെ ചീത്ത പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നാലും പെട്ടെന്നൊന്നും ഒരാളെ മറക്കാൻ പറ്റില്ല. അവൻ്റെ പ്രായം അതല്ലേ, ശ്രദ്ധിച്ചാൽ മതി. എന്താ പാർവത്, ഇന്നലെ നീ വിളിച്ച് അങ്ങനെ പറയുന്നു, അതിനുശേഷം നിന്റെ അച്ഛൻ വിളിച്ച് ചീത്ത പറയുന്നു. എടാ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിന്റെ വീട്ടുകാരൊന്ന് കരഞ്ഞു കാണിക്കുമ്പോഴേക്കും ഈ മനോട്ടം വേണ്ടാതായില്ലേ? എടാ നീ ഇന്നലെ അങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല പാറു. എത്ര നേരമായെന്നറിയോ നിന്നെ നോക്കി ഇവിടെ ഇരിക്കുന്നത്? ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട്. പാറു ഒരു കാര്യം പറയാട്ടോ, നീ ഇല്ലേ നീ പിന്നെ മനോട്ടൻ ഇന്നത്തോടെ ലാസ്റ്റ് ടൈം ആണ്, ഉറപ്പായിട്ടും ഞാൻ മരിച്ചു കളയും. അങ്ങനെ പറയല്ലേ മനോട്ട. എനിക്ക് മനോട്ടം പറഞ്ഞ അത്രയും ജീവനാ. എന്നാലും അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനെൻ്റെ അത്രയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. പക്ഷെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പാറു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അച്ഛനമ്മയും പിടിച്ച് അങ്ങനെ പറയുള്ളൂ. അത് നിന്റെ മാത്രമല്ല, എല്ലാ അച്ഛനമ്മയും അങ്ങനെയാടാ. അല്ലെങ്കിൽ അവർ ഈ പ്രായം കണ്ടിട്ട് വന്നല്ലേ, അവരെന്താ പ്രേമിക്കാത്ത? അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല, അവരുടെ പ്രായം അതാണ്. നീ ആരെങ്കിലും പ്രേമിക്കുന്നത് തെറ്റാ? എൻ്റെ പാറു നീ ആരെയാ പേടിക്കുന്നത്? എനിക്കും പ്രായപൂർത്തി കഴിഞ്ഞല്ലേ പാറു. നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ. അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് അച്ഛനും അമ്മയും പിടിച്ചപ്പോഴേ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും അവർ ഫോൺ ചെക്ക് ചെയ്യുന്നറിയാം. പിന്നെ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി അവിടെ വെച്ചതാ. അല്ലാണ്ട് മനോട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തല്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം മനോട്ടാ. ഇനി നമുക്ക് ഇങ്ങനെ കണ്ടാൽ മതി, അതാ കുറച്ച് സേഫ്. ഇപ്പോഴാ പാറു എനിക്ക് മനസ്സമാധാനമായത്. ഫോൺ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ കാണാലോ. ഞാൻ പോയിട്ട് ബൈക്ക് എടുത്ത് തരട്ടെ? വേണ്ട മനോട്ടാ, അച്ഛനെങ്ങാനും കോളേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ എന്നെ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇന്നലെ തന്നെ കണ്ടില്ലേ. അതുകൊണ്ട് കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെ പോവാം. പാറു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നിന്റെ എക്സാം അല്ലേ, അത് കഴിഞ്ഞ് നീ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിക്കല്ലോടോ. അപ്പോൾ പിന്നെ എനിക്ക് എന്നെ കാണാനും സംസാരിക്കാനൊന്നും പാറു എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലടാ മോളെ. എടാ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? മനോട്ടിന് എന്തൊക്കെയാ പറയണേ? അതൊന്നും വേണ്ട, എനിക്ക് പേടിയാ. ഓ അപ്പോൾ ഈ മനുവാട്ടം നിനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇത്രയേ ഉള്ളൂ അല്ലേ പാറു? പാറു ഈ ലോകത്ത് ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നീ എന്ത് വേണം ചെയ്തോ, കുറച്ചു നേരം ഞാൻ അവിടെ ഉണ്ടാവും. മനോട്ടാ മനോട്ടാ, എനിക്കെന്തോ തെറ്റ് ചെയ്യുന്ന വലിയൊരു തോന്നല്. എൻ്റെ പാറു നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കല്ലേ.
എടാ ഇപ്പോഴത്തെ പിള്ളേരെ പ്രേമിച്ച് 1 മാസം കഴിയുമ്പോഴേക്കും രജിസ്റ്റർ ചെയ്യുക. നമ്മളെന്നാലും 6 മാസമായില്ലേ. അവിടെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് വീട്ടുകാർ തമ്മിൽ പിന്നെ പ്രശ്നമായാലേ അതിന് വേണ്ടിയിട്ടാടാ. എന്തായാലും എൻ്റെ ഇപ്പോൾ പിള്ളേർ വരാറുണ്ട്. അവർ വന്നതിന് ശേഷമേ നമുക്ക് മാങ്ങായിട്ട് രജിസ്റ്റർ ചെയ്യാം. അതാകുമ്പോൾ ഇത്ര ദൂരം ഉണ്ടല്ലോ, അവർ സാക്ഷ്യപ്പെടും. ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും നോട്ടീസ് ബോർഡിലല്ലേ, അപ്പം വീട്ടുകാർ കണ്ടാലോ? എടോ അങ്ങനെയൊന്നും അറിയില്ല. അതിനല്ലേ നമ്മൾ ഇത്രയും ദൂരെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പഞ്ചായത്തിൽ ഒട്ടിക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, എന്നാലും അതൊന്നും പോയി നോക്കില്ലാലോ. എന്തായാലും കുറച്ച് ദിവസമല്ലേ നോട്ടീസ് ബോർഡിലിടുള്ളൂ. അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അമ്പലത്തിൽ പോയിട്ട് താലി കേട്ടാ, എന്നിട്ട് നിൻ്റെ വീട്ടിലറിയിക്കാം. കയറ്റിയാണെങ്കിൽ കയറ്റിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ വീട്ടിലേക്ക് വാ. മനോട്ടാ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പാറു, ഇത് പേടിക്കൊന്നും വേണ്ടടോ. ഇതിപ്പോൾ എല്ലാവരും നടക്കുന്നതല്ലേ. തന്നെ പേടി മാറ്റാനല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന്. എടോ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. അച്ഛനെങ്ങാനും കോളേജിൽ അന്വേഷിച്ച് വന്നാലോ? ഈ മഴ നോക്കണ്ട, ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ക്ലാസ്സിൽ കയറട്ടെ. എന്നൊന്ന് ക്ലാസ്സിലാക്കി തരുമോ? നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്താൽ പോരെ? എടാ ഈ മഴയത്ത് ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോവാന്ന് പറയുമ്പോഴേക്കും അപ്പോഴേക്കും സമയമാവടാ. പാറു, ഞാനില്ലേ നിൻ്റെ കൂടെ. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ എൻ്റെ പിള്ളേരെത്തും. അതുവരെ നമുക്ക് നമ്മളെപ്പോഴും ഇരിക്കുന്ന അവിടെ പോയി ഇരിക്കുക. എടാ നീ ഓക്കെ ആവും, വാ. എടി അച്ഛാ, എന്താടി മോളെ, എന്താണ് ചെയ്യുന്നത്? എന്നാലും നീ എന്തൊക്കെയാ പറഞ്ഞു മോളെ? അച്ഛൻ്റെ അമ്മൻ്റെയും ബാക്കി കുറച്ച് ഇത് വേദനാണെങ്കിൽ നീ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമോ? നിന്നോട് പറഞ്ഞതല്ലടാ, എൻ്റെ മോളെ ബാക്കിൽ നടക്കണ്ടെന്ന്. അച്ഛൻ എന്ത് പൊളയെ കാണിച്ചത്? എന്തിനാ മനോട്ടിനെ അടിക്കാൻ പോയത്? അല്ലെങ്കിൽ എന്നെ അടിച്ചൂടെ? മനോട്ടിനെ അടിക്കാനുള്ള എന്ത് റൈറ്റ്സ് അച്ഛനുള്ളത്? നിർത്തടി. അവൻ്റെ മനോട്ടൻ ആരാടിയത്? നീ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ കുറിച്ച് അന്വേഷിച്ചതാ. അവൻ്റെ ജോലി എന്താണെന്ന് അറിയാം നിനക്ക്? അറിയോടി? അവനെ കയറി കിടക്കാൻ മര്യാദയ്ക്ക് വീടില്ല. നിനക്ക് എന്തിൻ്റെ കുറവാടി? നീ രാജകുമാരനെ പോലെയല്ലേ? അത് വിട്ടിട്ട് ഇവൻ്റെ ഒക്കെ കൂടെ. അച്ഛൻ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എൻ്റെ മനോഹറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ആദ്യം മനോഹറിനെ അടിച്ച അച്ഛൻ സോറി ചോദിക്കേ. എന്ത്? മോളെ നീ വീട്ടിലേക്ക് വാ. ഇല്ല അച്ഛാ, മനോഹറിന്റെ സോറി ചോദിക്കാണ്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് വരില്ല. വേണ്ട പാറു, നിന്റെ അച്ഛനല്ലേ അടിച്ചത്, സാരമില്ല. നീ ഏതായാലും അച്ഛനോട് പോക്കോ. ഇല്ല, എൻ്റെ മനോഹറിനെ അടിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് പോവില്ല. അച്ഛാ ഒന്ന് സോറി ചോദിക്കേ. മോളെ മോള് വീട്ടിലേക്ക് വാ. ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്നാൽ അവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ എന്തായാലും എന്നെ മനോഹറിനെ കാണാൻ വിടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ വയ്ക്കോ, ഞാൻ വരുന്നില്ല. വരില്ലാന്നോ? പിന്നെ നീ എങ്ങോട്ട് പോവും? മര്യാദയ്ക്ക് പാടി. അതെ, അച്ഛനും മോളൊക്കെ അങ്ങ് വീട്ടിൽ മതി. അവളെ ബലമായിട്ടൊന്നും പിടിച്ചുകൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവൾക്ക് പ്രായപൂർത്തിയായല്ലേ, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവൾക്കറിയാം. നിങ്ങൾ അവളുടെ അച്ഛനായതുകൊണ്ട് മാത്രം അടിച്ച് ഞാൻ ക്ഷമിച്ചത്. അവളിപ്പോൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോടാ, നീ എൻ്റെ മോളെ കൊണ്ടുപോടാ. മോളെ വാ മോളെ, അവിടെ നിന്റെ അമ്മ കാത്തു നിൽക്കുക. വാ. അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ എൻ്റെ മനോഹറിൻ്റെ കൂടെ പോവാ. മോളെ, അച്ഛൻ നിന്റെ കാല് പിടിച്ച് ചോദിക്കാം, വീട്ടിലേക്ക് വാ മോളെ. ദേ, നിങ്ങളുടെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. അവള് ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നുമല്ല. ഞങ്ങൾ കുറേ കാലമായിട്ട് പ്രേമത്തിലാ. പാറു, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ.
നിന്റെ അച്ഛൻ പലതും പറഞ്ഞ് മയക്കാൻ നോക്കും. അവിടെ പിള്ളേർ അവിടെയുണ്ട്, നീ വരികയാണി വാ. മോളെ ആ മോളെ. അച്ഛോ ഒന്ന് പോയി തരോ, വെറുതെ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കുന്നത്. അമ്മ അവിടെ കാത്തുക്ക, വാ. അച്ഛനും പോയി തരോ. മനോട്ടാ ഞാനുണ്ട്. മോളെ എടി ഹലോ മോളെ. മോളെ